സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വിശുദ്ധ ഗ്രന്ഥമായിരിക്കുന്ന ബൈബിൾ അഭിഷേകിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. ഒരുവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതാണ് അവന്റെ അവസാനത്തെ വാക്കുകൾ. നമുക്കറിയാം, മരിച്ചുപോയ വ്യക്തികൾ അവസാനമായി എന്താണ് പറഞ്ഞത് എന്ന് നാം പലപ്പോഴും ചോദിക്കാറുണ്ട്. അവരുടെ ആ ജീവിതത്തിന്റെ സാരാംശം മുഴുവൻ, തന്റെ ആശകളെല്ലാം അവസാന വാക്കുകളിൽ പറയാറുണ്ട്. അതുപോലെ ഈ കാലത്തുണ്ടായിരിക്കുന്നതായ ക്രിസ്തീയ ലോകത്തിന്, വിശ്വാസികൾക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് ഒരു 7 മൊഴികൾ കർത്താവ് പറയുവാനിടയായി. നോക്കാം. ഒന്നാമത്തെ വാക്ക് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 24-ാം വാക്യം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ വചനത്തിലെ വിഷയം ക്ഷമയാണ്. നമ്മുടെ കർത്താവ്, അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. അവൻ ക്ഷമയുടെ മൂർത്തീഭാവമാണ്. അവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല. അവൻ ഉപദ്രവിക്കുന്ന ദൈവമല്ല. അവൻ ക്ഷമിക്കുന്ന ദൈവമാണ്. എത്ര വലിയ പാപിയോടും ക്ഷമിക്കുന്ന ദൈവമാണവൻ. എത്ര വലിയ പാപത്തെയും കഴുകി ശുദ്ധീകരിപ്പാൻ മതിയായവനാണ്. അവൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ശിഷ്യരായിത്തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അയൽക്കാരോട് ക്ഷമിക്കേണ്ടതാണ്. നോക്കൂ, ക്ഷമിക്കുന്നതിന് വേണ്ടി എത്ര ചിലവ് നമുക്കാകും. അമേരിക്കയിൽ പോകാനോ ജപ്പാനിൽ പോകാനോ നമുക്കൊരുപാട് പണം ചിലവാകും. എന്നാൽ ക്ഷമിക്കുന്നതിന് നമുക്ക് ഒന്നും ചിലവാകില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത്, കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് മറ്റുള്ള ആരോടെങ്കിലും കോപമോ ദേഷ്യമോ വെച്ചു പുലർത്തുന്നുണ്ടോ? ദുഃഖമുണ്ടോ? അവരെ നിസ്സാരന്മാരായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? നിന്നെ വഞ്ചിച്ചെന്ന് പറഞ്ഞ്, നിന്നോട് കള്ളം പറഞ്ഞെന്ന്, നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് അപമാനകരമായി സംസാരിച്ചെന്ന് പറഞ്ഞ്, നിന്നെക്കുറിച്ച് നുണ പറഞ്ഞുവെന്ന് ആരെങ്കിലും നിന്നോട് വന്നു പറയുമ്പോൾ നിനക്കെന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, അസൂയയുണ്ടാകും, പിണക്കമുണ്ടാകും. എന്താണ്? കർത്താവിനെക്കുറിച്ച് നിങ്ങൾ യഥാർത്ഥമായി ധ്യാനിക്കുന്ന സമയത്ത് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയനുസരിച്ച്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് കർത്താവ് പറയുന്നു, നിനക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകണമെന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണ്. ഭാര്യയോട് ക്ഷമിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരോട് ക്ഷമിക്കാത്ത ഭാര്യമാരുണ്ട്. അതുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നു. അവർ വിവാഹമോചനത്തിനു വേണ്ടി കോടതി കയറിയിറങ്ങാൻ പോലും തയ്യാറാണ്. എന്നാൽ അവർക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല. ബന്ധം വിട്ടുപിരിയാൻ ഒരുപാട് പണം ചിലവഴിക്കുന്നു. എന്നാൽ സമാധാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തു നമ്മോട് അരുളിച്ചതായ വചനങ്ങൾ ഇന്നു നീ യഥാർത്ഥമായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ, എത്ര തവണയാണെങ്കിലും അത്ര തവണയും നിങ്ങൾ മറ്റുള്ള ആളുകളോട് ക്ഷമിക്കുവാനുള്ളതായ കൃപ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനിടയാകും. നിങ്ങൾ ക്ഷമിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക. യേശുക്രിസ്തുവിനോട് കാണിച്ചതായ ദോഷത്തിൽ കൂടുതലായി നമ്മോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. അവൻ നേരിട്ട കഷ്ടതകളേക്കാൾ കൂടുതൽ കഷ്ടത നമുക്കാർക്കെങ്കിലും ഉണ്ടോ? ഓർത്തു നോക്കുക. യേശുവിനെ അവർ ഒരുപാട് നിന്ദിച്ചു, അപമാനിച്ചു, മുഖത്താഞ്ഞുതുപ്പി, ചാട്ടവാറുകൊണ്ടടിച്ചു. ക്രൂശീകരിച്ച സമയത്ത് അവൻ എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ആ 2 കരങ്ങളും നീട്ടി ക്രൂശിൽ കിടക്കുന്നതായ കർത്താവ് കൈവെള്ളയിൽ ആണിയടിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ശാസ്ത്രം പറയുന്നു അവന്റെ കൈത്തണ്ടയിലാണ് ആണിയടിച്ചത്. കാരണം കൈവെള്ളയിൽ അടിച്ചാൽ അത് ഊരിപ്പോകും. അവന്റെ കൈത്തണ്ടയിൽ ആണിയടിച്ച്, മാംസക്കടകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മാംസങ്ങൾ തൂക്കിയിട്ടേക്കുന്നത്? അതുപോലെ 2 ആണികളില് അവന്റെ ശരീരം തൂങ്ങിക്കിടക്കുകയാണ്. അതുപോലെ കാലിലും ആണിയടിച്ചിരിക്കുന്നു. അവന് ശ്വാസം വലിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഒരു വാക്കു ഉരുവിടാൻ പോലും അത്ര എളുപ്പമല്ല. നോക്കുക, വേദന അനുഭവിക്കുമ്പോൾ നമുക്കധികം സംസാരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അത്രയും വേദനയുടെ നടുവിലും അവൻ ശ്വാസം വലിച്ചുകൊണ്ട് എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയായികയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ. ഈ വചനങ്ങൾ നാം വേഗത്തിൽ വായിച്ചുവിടും. എന്നാൽ ഈ 7 മൊഴികൾ പറയുവാനായി അവന് 6 മണിക്കൂർ വേണ്ടി വന്നു.
ഒരു വാക്ക് സംസാരിച്ചതിന് ശേഷം മണിക്കൂറുകളുടെ ഇടവേളയെടുത്ത് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവേളയെടുത്ത് അവസാനത്തെ വാക്കുകൾ വേഗത്തിലാണ് പറഞ്ഞതെങ്കിലും ആദ്യത്തെ 3 വാക്കുകൾ പറയുവാൻ മണിക്കൂറുകൾ എടുത്തിരുന്നു. അത്രത്തോളം വേദന അനുഭവിച്ചാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് ലൂക്കോസ് 23:43 യേശുക്രിസ്തുവിന്റെ ഇടത്തും വലതുമായിട്ട് 2 പേരെ ക്രൂശിച്ചിട്ടുണ്ടായിരുന്നു. കുറ്റക്കാരായിരിക്കുന്ന 2 കള്ളന്മാരെ അവിടെ ക്രൂശിച്ചു. ആ നടുക്കുണ്ടായിരുന്നതായ ക്രൂശ് യേശുവിന് വേണ്ടി ഒരുക്കിയ ക്രൂശല്ലായിരുന്നു, അത് ബറബാസിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ആ ബറബാസ് ആ ദേശത്ത് തന്നെ പേരെടുത്തതായ ഒരു കള്ളനാണ്. അവൻ വലിയ കുറ്റവാളിയായിരുന്നു, അവൻ കൊലപാതകനായിരുന്നു, ദേശദ്രോഹിയായിരുന്നു. അതുകൊണ്ട് ആ നടുഭാഗത്തുണ്ടായിരുന്ന ക്രൂശ് ബറബാസിന് വേണ്ടിയാണ് ഒരുക്കിയത്. എന്നാൽ അത്രത്തോളം ക്രൂരത ചെയ്തതായ, കൊടും കുറ്റകൃത്യം ചെയ്തതായ ആ കുറ്റവാളിയുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് അവന്റെ സ്ഥാനത്ത് ക്രൂശിക്കപ്പെടുവാൻ ഇടയായതായിട്ട് കാണുന്നു. യേശുവിന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപിയും ഈ ലോകത്തിലില്ല. അവന്റെ രക്തത്താൽ കഴുകാൻ കഴിയാത്ത പാപവും ഈ ലോകത്തിലൊന്നുമില്ല. ചിലപ്പോൾ കർത്താവിനോട് ക്ഷമിക്കുമോ? ഞാൻ പലപ്പോഴും വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും വീണ്ടും പിന്തിരിഞ്ഞു പോകുന്നു, പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്, എന്നോട് ക്ഷമിക്കുമോ? ഇങ്ങനെ ചിന്തിച്ചേക്കാം. എന്നാൽ എത്ര തവണ നീ അവനെ വേദനിപ്പിച്ചാലും നിന്നോട് ക്ഷമിക്കുന്ന ഒരു കർത്താവാണെന്ന് നീ മറന്നു പോകരുത്. ആ 2 കള്ളന്മാരും ദുഃഖിതരായിരിക്കുന്നു. അതിൽ ഒരു കള്ളൻ പറയുകയാണ്, നീ സ്വയം രക്ഷിച്ചിട്ട് ഞങ്ങളെയും രക്ഷിച്ചു കൂടെയോ എന്ന് പറഞ്ഞ് കർത്താവിനെ നിന്ദിച്ച് സംസാരിക്കുന്നു. ആ കള്ളന്റെ ആശയം എന്താണ്? നീ യഥാർത്ഥ ദൈവപുത്രനാണെങ്കിൽ നീ രക്ഷപ്പെട്ട് ഞങ്ങളെയും കൂടെ രക്ഷിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തന്ന് ആ ദുഷ്ടന്മാരെ അടിക്കാമെന്നാണ്, നമുക്കവരോട് പക വീട്ടാമെന്നാണ്. യേശു കർത്താവിനോട് നിങ്ങൾ ചോദിക്കുന്നു, എന്നാൽ പലതും ഈ ലോകത്തിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളാണ് നിങ്ങൾ അവനോട് ചോദിക്കുന്നത്. അനേകം ആളുകളും ലോകപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് യേശുവിനോട് ചോദിക്കുന്നത്. നീ യഥാർത്ഥ ദൈവപുത്രനാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു വീട് നൽകിയില്ല? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടത്തി തന്നില്ല? എൻ്റെ ജോലിക്കാര്യം ശരിയായില്ല, ഞാൻ ഇന്റർവ്യൂവിൽ പാസ്സായില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തുന്നവരെല്ലാം ഈ കള്ളനെ പോലെയുള്ള വ്യക്തികളാണ്. നീ ദൈവപുത്രനാണെങ്കിൽ എനിക്ക് അത് ചെയ്തു തരൂ, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ലോകപ്രകാരമായ കാര്യങ്ങൾ ചോദിക്കുന്നു, എന്നാൽ നിത്യമായ കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നില്ല. ആ 2ാമത്തെ കള്ളൻ ഇവനെ ശാസിക്കുകയാണ്, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? നാമും ഒരേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ ഉള്ളത്, നിനക്ക് ദൈവത്തെ ഭയമില്ലേ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചിട്ട് യേശുവിനെ നോക്കി എന്തു പറഞ്ഞെന്നറിയാമോ? യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഏതു രാജ്യത്തിന് വേണ്ടിയാണ് അവൻ ചോദിക്കുന്നത്? നിന്റെ രാജ്യത്തിൽ നീ എന്നെ ഓർക്കുമാറാകണമേ, സ്വർഗരാജ്യത്തിൽ എന്നെ ചേർക്കണമേ. നീ രാജാതി രാജാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ യഹൂദന്മാർക്ക് മനസ്സിലായില്ല, ആ പരീശന്മാർക്ക് മനസ്സിലായില്ല, യഹൂദന്മാർക്ക് മനസ്സിലായില്ല, യെരൂശലേം നിവാസികൾക്ക് മനസ്സിലായില്ല. എന്നാൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവേ, എനിക്ക് മനസ്സിലായി. നിന്റെ സ്നേഹം എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ടിപ്പോൾ. നീ അനുഭവിക്കുന്ന കഷ്ടത ഞാനിപ്പോൾ കാണുന്നു. നീ അടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നല്ലോ, എന്നോട് നീ ക്ഷമിക്കുന്നുണ്ടല്ലോ എന്നു തിരിച്ചറിഞ്ഞതായ കള്ളൻ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ നീ എന്നെയും ഓർക്കുമാറാകണമേ. യഥാർത്ഥമായ ക്രിസ്ത്യാനി എപ്പോഴും സ്വർഗത്തിൽ വലിയവനായിരിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഈ ലോകത്തിൽ വലിയവനായിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ല. നിത്യരാജ്യത്തിൽ ചേരുവാനാണ് അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ലാത്തവർ ലോകത്തിൽ എല്ലാവരെയും വെച്ച് ഭോഷന്മാരാണെന്ന് ബൈബിളിൽ പറയുന്നു. നീ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്കാണോ പ്രാർത്ഥിക്കുന്നത്, അതോ സ്വർഗീയ വിഷയങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് നൽകണമേ, നിന്നെ അനുഗമിക്കുന്ന ആത്മാവിനെ നൽകണമേ അപ്പ, നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകുമാറാകണമേ എന്നാണോ, അതോ എപ്പോഴും എനിക്കത് തരണമേ ഇത് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്? ആ കള്ളന്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് മറുപടി കൊടുത്തില്ല. എന്നാൽ മറ്റേ കള്ളന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ആ തീവ്രമായ വേദനയുടെ നടുവിലും യേശു അവനെ നോക്കിയിട്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡിപ്രഷനിലായിരിക്കുന്ന ആളുകളെ, ദുഃഖത്തിൽ ആയിരിക്കുന്ന ആളുകളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് തകർന്ന് ഇരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നവനാണ് കർത്താവ്. കാരണം അവൻ നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ ശിക്ഷകൾ വഹിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കഷ്ടതകളും അവനറിയാം. അവന് നിന്ന എന്താണെന്നറിയാം, അവൻ നിന്ദിക്കപ്പെട്ടു. അവന് ഉപദ്രവം എന്താണെന്നറിയാം, അവൻ ഉപദ്രവിക്കപ്പെട്ടു.
ദാഹവും വിശപ്പും എന്താണെന്നറിയാം, അവൻ അത് അനുഭവിച്ചതാണ്. ഒറ്റപ്പെടൽ എന്താണെന്ന് അവനറിയാം, അവൻ ആളുകളാൽ തള്ളപ്പെട്ടവനായിരുന്നു. ദാരിദ്ര്യം എന്താണെന്നറിയാം, കാരണം അവൻ ഇല്ലായ്മയിൽ ജീവിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നവും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് യേശു ക്രിസ്തു. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ മതിയായ ദൈവമാകുന്നു അവൻ. നീ ഇന്ന് എന്നോട് കൂടെ പറുദീസിൽ ഇരിക്കും. കണ്ടീഷൻസ് വെക്കുന്ന ഒരു നിബന്ധനയോട് കൂടിയുള്ളതായ ക്ഷമയല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ വാക്ക് എന്താണെന്ന് നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാം. യേശുവിൻ്റെ അമ്മയെ യോഹന്നാൻ അവിടെ കൂട്ടിക്കൊണ്ടുവരുന്നതും അമ്മ യേശുവിനെ കണ്ട് വിങ്ങി വിങ്ങി കരയുന്നതും കർത്താവ് അവളെ നോക്കിക്കൊണ്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുകയും യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ മാതാവിനെ ഏൽപ്പിക്കുന്നതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശിലും അവൻ കടമകളെ നിർവഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി താഴ്മയുള്ളവൻ ആയിരിക്കും, ആശ്വസിപ്പിക്കുന്നവനായിരിക്കും, ഉത്തരവാദിത്തം ഉള്ളവനായിരിക്കും. വാർദ്ധക്യത്തിലായിരിക്കുന്നതായ നിന്റെ മാതാവിനെ നീ ഉപേക്ഷിക്കുവാൻ പാടില്ല. നിന്നെ പെറ്റ് വളർത്തി വലുതാക്കിയതായ നിന്റെ മാതാവും അതുപോലെ നിന്റെ പിതാവും, അവരെ നീ മറന്നു പോകുക എന്നത് എത്ര ഗുരുതരമായ പാപമാണെന്ന് ഓർക്കുക. ഇഹലോകത്തിൽ തനിക്ക് ജന്മം നൽകിയതായ ആ അമ്മയെ കണ്ടിട്ട് ആ അമ്മയെ തൻ്റെ ശിഷ്യന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണെന്ന് അവൻ ക്രൂശിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇന്നൊരു തീരുമാനമെടുക്കാം. യഥാർത്ഥമായും ക്രൂശ് നിന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മയോടും അപ്പനോടും നീ സമാധാനപ്പെടും. അവർക്ക് സന്തോഷകരമായി ജീവിക്കും. അവർക്ക് നീ നന്ദി കരയേറ്റും. അവർ നിന്നേക്കാൾ മോശമായ സ്ഥിതിയിൽ ആയിരിക്കുകയാണെങ്കിൽ, അവർ രോഗക്കിടക്കയിലായിരിക്കുകയാണെങ്കിൽ, ഒരു കാലത്ത് അവർ നിന്നെ വിദ്വേഷിച്ച വ്യക്തികളാണെങ്കിലും കർത്താവ് പഠിപ്പിക്കുന്നത് എന്താണ്? നിന്റെ മാതാപിതാക്കളെ നീ നോക്കുക. ക്രിസ്തു ഉള്ള ആളുകൾ ക്ഷമിക്കും, ക്രിസ്തു ഉള്ള ആളുകൾ ആശ്വസിപ്പിക്കും, ക്രിസ്തു ഉള്ള ആളുകൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. 3 മണിക്കൂറുകൾ കൊണ്ട് കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ തൻ്റെ ആ ക്രൂശിൻ്റെ ചുറ്റുപാടും നിൽക്കുന്നതായ ആളുകളോടാണ് സംസാരിച്ചത്. അവിടെ തന്നെ വെല്ലുവിളിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആളുകളോട് സംസാരിച്ചു. അതുപോലെ അടുത്തു കിടന്ന കള്ളനോട് സംസാരിച്ചു. അവൻ്റെ അടുത്ത് വന്ന അമ്മയോട് സംസാരിക്കുന്നു. അപ്പോഴേക്കും നട്ടുച്ച കഴിയുന്ന സമയമാണ്. അവൻ്റെ ശരീരത്തിൽ അല്പം പോലും ശക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാകുന്നു. ആ സമയത്ത് 4 വാക്കുകൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 27:46 വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്നുറക്ക നിലവിളിച്ചു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്നു. നിനക്ക് വേണ്ടി പ്രാണൻ നൽകാമെന്ന് പറഞ്ഞതായ പത്രോസ് അവനെ വിട്ട് ഓടിപ്പോകാനിടയായി. ശിഷ്യന്മാരെല്ലാം ചിതറി നാനാഭാഗത്തേക്കും പോകുവാനിടയായി. ക്രൂശിന്റെ അടുക്കൽ വന്നതായ മാതാവും അതുപോലെ യോഹന്നാനും തിരികെ പോയി. എല്ലാവരും അവനെ വിട്ടിട്ട് പോകാനിടയായി. എന്നാൽ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതായ കർത്താവിന് എല്ലാം സഹിക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ സമയത്ത് ഒരു വലിയ വിഭജനം പിതാവിനും പുത്രനും മധ്യയിൽ നടന്നു. പിതാവ് അവനെ കൈവിട്ടു. നീ ഒരാൾ മാത്രം മനുഷ്യന്റെ പാപം വഹിക്കണം, ഞാൻ നിന്നെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് യേശുവിനെ അത്രത്തോളം എനിക്ക് സ്നേഹം. എൻ്റെ കർത്താവിനെ എനിക്ക് അത്രത്തോളം ജീവനാണ്. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുവാൻ ഒരുക്കമാണ്. എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെ മുഴുവൻ ഒറ്റയ്ക്ക് വഹിക്കാനിടയായി. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ, ഭൂതഭാവി വർത്തമാന കാലഘട്ടത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ ആ കർത്താവ് ഒറ്റയ്ക്ക് വഹിക്കാനിടയായി. ക്രിസ്തു ശരീരത്തിൽ അനുഭവിച്ചതായ കഷ്ടത നാം കാണുവാനിടയായി. അവൻ്റെ വേദന നമുക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ആത്മീയമായി ഉണ്ടായതായ ആ ഇരുട്ട്, അതായത് നമ്മുടെ സകല ശാപങ്ങളും അവൻ്റെ മേൽ വരുവാനിടയായി. അവനൊറ്റയ്ക്കായപ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്തുകൊണ്ടാണ് യേശുവിനെ നിങ്ങൾ നിസ്സാരനായിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ യേശുവിനെ കുറ്റപ്പെടുത്തുന്നത്? ഒരു കുറ്റവും ചെയ്യാത്തവനായ യേശുവിനെ മനുഷ്യർ കുറ്റപ്പെടുത്തുന്നത് കാണുന്നു. അവനാരുടെയും കൈ തല്ലിയൊടിച്ചിട്ടില്ല, കാലുകൾ തല്ലിയൊടിച്ചിട്ടില്ല, ആർക്കും ഒരു ഉപദ്രവവും ഒരു ദോഷവും അവൻ ചെയ്തിട്ടില്ല. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുവാനായിട്ട് കർത്താവ് അരുളി ചെയ്തു. അവൻ സ്നേഹത്തിന്റെ മാർഗത്തിലാണ് ജീവിച്ചത്. ത്യാഗം കാണിക്കാനിടയായി. അവൻ മനുഷ്യരെ വിടുവിക്കുന്നു, മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നു, മനുഷ്യരെ അനുഗ്രഹിക്കുന്നു, അവർക്ക് നന്മ ചെയ്യുന്നു. എന്തിനാണ് അവനെ വെറുക്കുന്നത്? പിശാചുമായി ബന്ധമുള്ളവർ തീർച്ചയായിട്ടും യേശുവിനെ വെറുക്കും. യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ കഴിയാതെ അവരുടെ ഹൃദയം അടഞ്ഞുപോയി എന്ന് ബൈബിളിൽ പറയുന്നു. ഇന്നുള്ള അനേകരുടെ ജീവിതങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തെ അവർ തിരിച്ചറിയുന്നില്ല.
ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത്? കർത്തവേകനായിട്ട് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ ഭാരമെല്ലാം അനുഭവിച്ചിട്ട് യാഗമായി അവൻ ക്രൂശിൽ കിടന്നപ്പോൾ അവൻ പറഞ്ഞതായ 5-ാമത്തെ മൊഴി, യോഹന്നാൻ 19:28, എനിക്ക് ദാഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അത്രയും സമയം ക്രൂശിൽ കിടക്കുന്നതായ സമയത്ത് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു ദാഹമല്ല, ഒരു തരത്തിലുള്ള പരവേശം, ഒരു തരത്തിലുള്ളതായ വലിയ ദാഹം. അവന് ഒരു ആഗ്രഹം വരികയാണ്. ഇന്ന് മനുഷ്യർക്ക് പലതരത്തിലുള്ളതായ ദാഹമുണ്ട്. ധനദാഹം, അതുപോലെ തന്നെ പാപത്തോടുള്ള ദാഹം, എന്തെങ്കിലും സമ്പാദിക്കണമെന്നിട്ടുള്ളതായ ഒരേ ഒരു ആശ. എന്നാൽ യേശുക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിനോടുള്ള ദാഹമുള്ളവരായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്തോഷമില്ലെങ്കിൽ അവർ ഒരുപാട് ദുഃഖിക്കുവാനിടയാകും. എങ്ങനെയാണ് ഒരു മത്സ്യം കരയിൽ വീണുകിടക്കുമ്പോൾ അത് കിടന്ന് പിടയ്ക്കുന്നത്? അതുപോലെ കർത്താവിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തി തൻ്റെ സ്ഥിതി മനസ്സിലാക്കി ദുഃഖിക്കുവാനിടയാകും. എന്നാൽ ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂട്ടായ്മയുള്ളതായ അനുഭവമില്ല. ദൈവത്തോട് കൂട്ടായ്മയുള്ളതായ വ്യക്തി ധൈര്യത്തോടെയിരിക്കും, സന്തോഷമുള്ളവനായിരിക്കും, ദുഃഖത്തിലും അവൻ ആശ്വാസം നേടും, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കും, തൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാനിടയാകും. ആ സമയത്ത് ഒരു ദാഹമുണ്ടായി. ദാവീദ് പറയുന്നു, മാൻ നീർത്തോടിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാനായിട്ട് കാംക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് ആ ദാഹം എവിടെയാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ആരാധിക്കണം, ദൈവസന്നിധിയിൽ പോയി പാട്ടുപാടണം, കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കർത്താവിനെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം എന്നുള്ള ദാഹം എവിടെ? നിങ്ങൾ ജോലിക്ക് വേണ്ടി ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി യാത്ര ചെയ്തു പോകുന്നു. എന്നാൽ ആലയത്തിലേക്ക് വരുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ നീ വരുന്നു. നിനക്ക് ദാഹമില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കാം, അവനെ സ്തുതിച്ച് ആരാധിക്കാം, സങ്കടങ്ങളെല്ലാം അവനോട് പറയാം എന്നുള്ള ആഗ്രഹം ഇന്നുള്ള ആളുകൾക്ക് കാണുന്നില്ല. നിന്റെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണം അറിയാമോ? ദൈവം നിന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നോട് കൂടി ഉണ്ടെങ്കിൽ നിനക്ക് സംതൃപ്തി ഉണ്ട് എന്ന് നിനക്ക് പറയുവാൻ കഴിയും. നിനക്ക് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു സംതൃപ്തിയും ഇല്ല എങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്താലും സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ, നിനക്കും ദൈവത്തിനും തമ്മിലുള്ള ബന്ധം വിച്ഛിന്നമായിരിക്കുന്നു. പിതാവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ദാഹിക്കുന്നു. പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഉടൻ തന്നെ പ്രാർത്ഥിക്കുന്നു, എന്നെ നീ കൈവിട്ടുവോ എന്ന് പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ വാക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ, നിവർത്തിയായി. നിവർത്തിയായി. എന്താണ് നിവർത്തിയായത്? ആഹാരം കഴിച്ചോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരമെന്ന് പറഞ്ഞു. എന്താണ്? പകലുള്ള സമയത്ത് മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ, രാത്രി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിപ്പാനാണ് കർത്താവ് വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് വന്ന രക്ഷയുടെ പദ്ധതി നിവർത്തിയാക്കി എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തു ചെയ്തതായ ക്രൂശിലെ യാഗത്തിന് ആർക്കും ഒന്നും ചേർക്കുവാൻ കഴിയില്ല, ആർക്കും ഒന്നും എടുത്തു മാറ്റുവാനും കഴിയില്ല. അവൻ സമ്പൂർണമായി അത് ചെയ്തു. എത്ര വലിയ പാപമാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്നതായ മാർഗം അവൻ കാണിച്ചു തന്നു. തലമുറകളായിട്ട് 3 ആചാരങ്ങളാൽ കാളകളെയും ആടുകളെയും പ്രാവുകളെയും ഒക്കെ അറുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാഗങ്ങൾ കഴിച്ചിരുന്നതായ ബലികളെ അവസാനിപ്പിച്ചിട്ട് ഒരു യാഗമായിട്ട്, ഒരൊറ്റ ബലിയായിട്ട് തൻ്റെ ജീവനെ കാൽവരി ക്രൂശിൽ അർപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപത്തിന് ക്ഷമയില്ല എന്നുള്ളതായ വാക്ക് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിക്കൊണ്ട് തൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം ഒഴുക്കിക്കൊണ്ട് പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാനിടയായി. എന്നാൽ ഈ ദിവസം നിന്റെ വിടുതൽ കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും നീ ഇന്ന് കടഭാരത്തിലായിരിക്കുന്നു, നീ രോഗത്തിലായിരിക്കുന്നു, നീ പാപത്തിലായിരിക്കുന്നു. നിന്റെ രക്ഷയുടെ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു, നീ അത് നേടിയെടുത്തിരിക്കുന്നു. എന്നാൽ നീ അതിപ്പോഴും മനസ്സിലാക്കുന്നതേയില്ല. എത്രയോ കാലം മുമ്പ് നിനക്ക് രക്ഷ തന്നിരിക്കുന്നു, നിനക്കത് സൗജന്യമായി കിട്ടിയതാണ്. ഇന്ന് നീ പൂർണ്ണ മനസ്സോടുകൂടി കർത്താവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നീ യാതൊരു വിലയും കൊടുക്കാതെ ആ പാപക്ഷമ അനുഭവിക്കുവാൻ കഴിയും. നീ ഇപ്പോൾ വിടുവിക്കപ്പെട്ടിട്ടും നീ പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒരാൾ ഒരു കൂട്ടിൽ 2 കിളികളെ പിടിച്ചടയ്ക്കാനിടയായി. അത് കണ്ടതായ വ്യക്തി ഇങ്ങോട്ട് കടന്നു വന്ന് ചോദിച്ചു, എന്തിനാണ് ഈ പക്ഷികളെ കൂട്ടിലാക്കിയിരിക്കുന്നത്? അതിനെ അഴിച്ചുവിടുക. അപ്പോൾ പറഞ്ഞു, ഞാൻ അതിനെ വില കൊടുത്ത് വാങ്ങിയതാണ്, എങ്കിൽ ഞാൻ വില തരാം. അതിനെ അഴിച്ചുവിടുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു.
എന്നിട്ട് പറഞ്ഞു, നീ ഇത്രയും നാൾ അതിന് ആഹാരം കൊടുത്തല്ലോ, അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിച്ചല്ലോ, അതെല്ലാം എത്രയെന്ന് പറയുക. 3000 രൂപയായി. ഇതാ 3000 രൂപ, അതിനെ അഴിച്ചുവിടുക എന്ന് പറയുവാനിടയായി. അങ്ങനെ അതിനെ വാതിൽ തുറന്നു വിട്ടു. എന്നാൽ ആ പക്ഷികൾ പുറത്തേക്ക് പറന്നു പോകുന്നില്ല. ഒരു വടി ഉപയോഗിച്ച് അഴിയിൽ കൂടി അതിനെ മാറ്റിവിടാൻ നോക്കിയിട്ടും അത് പറന്നു പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്? അതാ ബന്ധനത്തിന്, ആ കൂടിന് ശീലമായിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വിടുതൽ നൽകി. എന്നാൽ നാം ഇപ്പോഴും കൂട്ടിൽ തന്നെ കിടക്കുന്നു. എനിക്ക് കൂട് മതി, ഈ പാത്രം മതി, ഈ പാത്രത്തിൽ വെള്ളം കുടിച്ചാൽ മതി, ലോണിൽ ഒരു കാറൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇവിടെ തന്നെ വസിച്ചു കൊള്ളാം, ഒരുപക്ഷെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ അതിനുവേണ്ടി നേരത്തെ ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി എന്ന രീതിയിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെന്നും കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ വിശ്വസിച്ച് അവനോട് പ്രാർത്ഥിക്കാതെ, കർത്താവെ എനിക്ക് അത് നൽകണമേ, ഇത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിത്തീരും? യേശുവേ, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമെന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നീ ചെയ്യേണ്ട കാര്യമെല്ലാം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. യേശു എനിക്ക് എന്തു ചെയ്തു, എന്തു തന്നു എന്ന് പലരും ചോദിക്കുന്നു. യേശു നിനക്ക് വേണ്ടി സകലതും ചെയ്തിരിക്കുന്നു. സകലതും, നീ ചെയ്യേണ്ടതായ സകലതും അവൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. എന്നാൽ നീ അത് സ്വീകരിക്കുന്നില്ല, നീ അത് വിശ്വസിക്കുന്നില്ല, നീ അവന്റെ വചനത്തെ അനുസരിക്കുന്നില്ല, അവന്റെ കയ്യിലേക്ക് നിന്നെ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ ദുരിതത്തിൽ, നിന്റെ രോഗത്തിൽപ്പെട്ട്, നിന്റെ കഷ്ടതയിൽപ്പെട്ട് നീ ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. നിവൃത്തിയായി, ഞാൻ ചെയ്ത കാര്യം നിവൃത്തിയായി. മാക്സിമം നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിരിക്കുന്നു. നിനക്ക് വേണ്ടി സകലതും നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതും അത്യന്തം പരമായി ചെയ്തിരിക്കുന്നു. എന്നാൽ നീ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല, നീ എന്നെ അനുസരിക്കുന്നില്ല, നീ എന്നോട് ചോദിക്കുന്നില്ല, നീ എൻ്റെ അടുക്കൽ വരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. ഭൂമിയിലെ കാര്യങ്ങളാണ് നീ ചോദിക്കുന്നത്, അല്ലാതെ നീ എന്നിൽ ആശ്രയിക്കുന്നില്ല എന്ന് നമ്മിൽ ചിലരോട് കർത്താവ് പറയുന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര വലിയ യാഗം ചെയ്തിട്ടും ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ യേശുവിനെ വിശ്വസിച്ചിട്ടും വിടുതലില്ല എങ്കിൽ നിന്റെ തെറ്റാണ്, ഒരിക്കലും അവന്റെ തെറ്റല്ല. ഈ സ്നേഹസുവിശേഷം നീ അറിയുന്നുവെങ്കിൽ ഈ വലിയ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ നീ ഇരിക്കുകയില്ലല്ലോ. നിനക്ക് വേണ്ടി സകലതും അവൻ ചെയ്തിരിക്കുന്നു. നീ അനുവാദം തന്നാൽ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ നിർബന്ധിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് വരില്ല. ബലം പ്രയോഗത്തോടുകൂടി ദൈവം ഒരു കാര്യവും ചെയ്യിക്കത്തില്ല. ദൈവം തന്റെ ഗുണഗണങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. അതിലൊന്നാണ് നമുക്ക് തന്ന സ്വാതന്ത്ര്യം. ഇത് ജീവനാണ്, ഇത് മരണമാണ്, ഇത് വെളിച്ചം, ഇത് ഇരുട്ട്, ഇത് ബറബാസ്, ഇത് ക്രിസ്തു. ഏത് വേണമെങ്കിലും നീ തിരഞ്ഞെടുക്കുക. നിന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടമാണ്. എനിക്ക് യേശു വേണം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വേണമെന്ന് പറയുന്നവർ ഭാഗ്യവാന്മാരായിട്ട് മാറും. അവസാനമായിട്ട് 7ാമത്തെ വാക്ക് ഇവ രണ്ടും അടുത്തടുത്താണ് പറഞ്ഞത്. ലൂക്കോസ് 23:46. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, നിന്റെ തൃക്കൈയിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം വിഫലമായില്ല, അത് പരാജയമല്ല. അവൻ ക്രൂശിൽ മരിച്ചത് പരാജയമല്ല. കർത്താവേ, നീ ഏൽപ്പിച്ചതായ പദ്ധതികളെ ഞാൻ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു. നീ എന്നെ ഏൽപ്പിച്ചതായ വേലയെ ഞാൻ തികച്ചിരിക്കുന്നു. നിന്റെ ഹിതപ്രകാരം ചെയ്തിരിക്കുന്നു. മാനവരാശിക്ക് രക്ഷാ ദൗത്യം തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഇതാ ഞാൻ തിരികെ നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് ജീവൻ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് ബൈബിളിൽ കാണുന്നു. യേശുക്രിസ്തു ലോകത്തിൽ ക്രൂശിനെ ജയിച്ചു, മരണത്തെ അവൻ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, പിശാചിന്റെ തലയെ തകർത്തിട്ട് പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലോകത്തിലായിരിക്കും നാം എല്ലാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കർത്താവിനായി ജീവിക്കണമെന്നും ഈ ലോകത്തെ വിട്ട് പിരിയുന്ന സമയത്ത് ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് നാം ജീവിക്കേണ്ടതിനുമാണ് ക്രൂശിൽ അവൻ ഈ യാഗം കഴിച്ചത്. യഥാർത്ഥമായി യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായും കർത്താവിന്റെ വഴിയിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 7 മൊഴികളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക, ജീവിക്കുക. അങ്ങനെ ക്ഷമിക്കാൻ പഠിക്കുക, ആശ്വസിപ്പിക്കുവാൻ പഠിക്കുക, കടമകളെ നിർവഹിക്കുവാൻ പഠിക്കുക. യേശു കർത്താവിന്റെ സാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹത്തോടുകൂടി ദാഹത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നീ ശീലിക്കുക. ഈ ലോകത്തിൽ കർത്താവ് നിന്നെ ഒരു വേല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കി ആ വേല ചെയ്യുവാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആകസ്മികമായി നീ മരിക്കുന്നതാകട്ടെ, നിന്റെ ഭാര്യ വിധവയായി തീരുന്നതാകട്ടെ, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതാകട്ടെ, നിന്റെ ജീവിതത്തിൽ യാതൊരു ഗതിയുമില്ലാതെ മുൻപോട്ട് പോകുന്നതാകട്ടെ, ഇവയൊന്നും ദൈവത്തിന്റെ ഹിതമല്ല. ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും ഒരു വലിയ പദ്ധതിയുണ്ട്. എൻ്റെ പിതാവിന്റെ വേലയെ ഞാൻ പൂർത്തീകരിച്ചു. ജോൺ വെസ്ലി എന്ന അപ്പോസ്തലനായ മനുഷ്യൻ മരണക്കിടക്കയിലായിരുന്നു. മരണക്കിടക്കിൽ വെച്ച് അവസാനം പറഞ്ഞ വാക്യതാണ്, ക്രൈസ്റ്റ് ഈസ് വിക്ടർ. കർത്താവിന്റെ ജീവിതത്തിൽ ജയാളിയാണ്.
ഞാൻ നല്ല പോരാട്ടം ഓടി എന്റെ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചിരിക്കുന്നു, ഇനിയും നീതിക്കായുള്ള കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുൻപോട്ട് പോകാം. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മൾ മരിക്കുമ്പോൾ പോകുന്നത് കല്ലറയിലേക്കല്ല, കർത്താവിന്റെ അടുക്കലേക്കാണ്. മണ്ണാകുന്ന ശരീരം മണ്ണിലേക്ക് തിരികെ പോകുന്നു, എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതായ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് തിരികെ പോകുന്നു എന്ന് വിശ്വസിച്ചാൽ, ഈ ക്രൂശിലെ യാഗത്തിൽ കൂടി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല എന്ന കർത്താവിന്റെ വാക്ക് വിശ്വസിച്ചാൽ, എന്തുകൊണ്ട് യേശുവിൽ കൂടി മാത്രമെന്ന് പറയുന്നു? അവൻ മാത്രമാണ് കാമവും കോപവും ക്രോധവും ഇല്ലാതെ നിഷ്കളങ്കനായിരിക്കുന്നതായ, ജന്മപാപവും കർമ്മപാപവും ഇല്ലാത്തവനായി ഇരിക്കുന്നു. അവൻ സകല മനുഷ്യരെയും പാപത്തെ ചുമന്നു. അതുമാത്രമല്ല, അവൻ ക്രൂശിൽ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സകല മനുഷ്യർക്കും വിടുതലയച്ചു. അവൻ ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ യോഗ്യനാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം മതിയായവനാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഒരുമിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കണമേ. അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ ദർശിക്കണമേ. എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്ന കർത്താവാണല്ലോ നീ. ഞങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ കണ്ടവനാണല്ലോ. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തുവല്ലോ. ലോകത്തിൽ മറ്റനേകം ആളുകൾ ഉണ്ടായിരുന്നിട്ടും നീ ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നുവല്ലോ. ഞങ്ങളെക്കുറിച്ചുള്ളതായ നിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തണമേ. ഈ ലോകത്ത് നിന്റെ നാമത്തിനു വേണ്ടി ജീവിച്ചുകൊണ്ട് ഈ ലോകം വിട്ടുപിരിയുമ്പോൾ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി മാറാനും, ഞങ്ങളുടെ ജീവിതത്തിൽ നിനക്കുള്ളതായ സകല ഉദ്ദേശങ്ങളെയും പദ്ധതികളെയും വൻ കാര്യങ്ങളെയും നിവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയശുദ്ധിയുള്ളവരായിട്ട് ജീവിച്ചുകൊണ്ട്, നിന്നെപ്പോലെ തന്നെ ജീവിച്ചുകൊണ്ട്, ഞങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ പിന്തുടർന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ഇത്ര വലിയ രക്ഷ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ, ഇത്ര വലുതായ വിടുതൽ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുമ്പോൾ, ഇപ്പോഴും കൂട്ടിൽ കിടക്കുന്ന പക്ഷികളെപ്പോലെ ഞങ്ങൾ പാപത്തിൽ തന്നെ ജീവിച്ച് മുന്നേറുകയാണെങ്കിൽ വെളിയിലേക്ക് വരുവാനായി സഹായിക്കണമേ. മരിച്ചടക്കപ്പെട്ട ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായ കർത്താവേ, ഇന്ന് ആത്മീയമായി മരിച്ചു കിടക്കുന്ന സകലരെയും നസറേയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെളിയിലേക്ക് കൊണ്ടുവരികയാണ് കർത്താവേ. നീ കൽപ്പിച്ചാൽ കല്ലറകൾ തുറക്കപ്പെടും എന്നു പറഞ്ഞതുപോലെ മദ്യപാനത്തിന്റെ കല്ലറകളിൽ അടക്കപ്പെട്ടിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. വ്യഭിചാരമെന്ന കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. കടബാധിതയിൽ മുങ്ങി മുകളിലേക്ക് ഉയരുവാൻ കഴിയാതെ വീണുകിടക്കുന്ന ആളുകളെ നീ ഇന്ന് എഴുന്നേൽപ്പിക്കണമേ അപ്പാ. പാപത്തിന്റെ കുഴിയിൽ വീണുകിടന്ന് കൈകാലിട്ടടിച്ച് എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുന്ന, നിരാശയിൽ കിടക്കുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണമേ ദൈവമേ. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവേ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലുള്ളവരായി നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നു മുതൽ പേരിന് വേണ്ടിയുള്ളതായ ക്രിസ്തീയ ജീവിതമല്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടതായ വ്യക്തികളായി, ക്രിസ്തുവിനു വേണ്ടി കത്തിജ്വലിക്കുന്നതായ പന്തങ്ങളായി, രാജകീയ പുരോഹിത വർഗത്തിൽ പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിന്റെ കുഴിയിലേക്ക് പോകാതെ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കൊച്ചുകുട്ടികളും മുതിർന്നവരും അതുപോലെ പ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്റെ മക്കളായി, നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി സമാധാനത്തോടുകൂടി നിന്റെ സാക്ഷികളായി എല്ലാവർക്കും ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ